ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുക്കറിൽ ഒരു അടിപൊളി ചിക്കൻ കറി പെട്ടെന്ന് തയ്യാറാക്കിയാലോ. അപ്പത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഒരു സ്പൂണ് പെരിഞ്ചീരകം, ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണയുണ്ടെങ്കിൽ ഇനി ചേർക്കേണ്ട, അല്ലെങ്കിൽ ഒരിച്ചിരി എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില, ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും പെരിഞ്ചീരകവും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മസാലകൾ ആഡ് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തതുകൊണ്ട് എരിവുണ്ടാവും, അതുകൊണ്ട് മുളക് പൊടി നോക്കിയിട്ട് ചേർക്കുക. 2 സ്പൂണ് ചിക്കൻ മസാല. ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത്രയിട്ട് നമുക്ക് മസാലയുടെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം ചിക്കൻ എടുത്തതിൻ്റെ മുകളിൽ നിരക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വരുന്നത് വരെ തീ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. അപ്പോൾ അപ്പത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും ബൈ.